മരുമക്കളെ പറ്റി ചേച്ചി എന്ന് പറയും. പൂർണിമ ശരിക്കും നല്ലോണം വർത്താനം പറയുന്ന കുട്ടിയാണ്. വെരി ട്രൂ, വെരി ട്രൂ. പൂർണിമ ഇതുപോലെ കേട്ടോ. ഇപ്പം ഞാനും എൻ്റെ വീട്ടിലെ കാര്യം പറഞ്ഞതുപോലെയാണ്. പൂർണിമ കുറച്ച് ആര് വന്നാലും കുറച്ച് ഈ ഇടയ്ക്ക് എനിക്കൊരു മ്യൂസിക് ക്ലബ്ബ് ഉണ്ട് ഇവിടെ ട്രിവാൻഡ്രം മ്യൂസിക് ക്ലബ്ബ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പാടുന്ന എന്ത് രസമായിട്ട് അവിടെ എല്ലാവരും പാടുന്നത് ഞാനിങ്ങനെ അതിശയിച്ചിട്ടുണ്ട്. ഞാൻ പറയണമെന്ന് വിചാരിച്ചു. ഒരാൾ ഡോക്ടറാണ്, ഡയബറ്റിക് ഡോക്ടർ. അത് എന്താണെന്ന് വെച്ചാൽ മ്യൂസിക് ക്ലബ്ബിൽ പ്രൊഫഷണൽ സിംഗേഴ്സ് ആരുമില്ല, മറ്റുള്ള അമച്വർ സിംഗേഴ്സാണ്. പക്ഷെ അവരെല്ലാം വലിയ വലിയ ജോലിയിൽ ഇരിക്കുന്നവരാണ്. അപ്പോൾ അവരെല്ലാവരും വന്ന് പാടും. അപ്പോൾ അതിൽ 2-3 പേര് എറണാകുളത്ത് ഞങ്ങളിപ്പോൾ കൊച്ചി തുടങ്ങി, CMC, ഇത് TMC ട്രിവാൻഡ്രം മ്യൂസിക് ക്ലബ്ബ്. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിക്ക് വന്നപ്പം പൂർണിമയുടെ വീട്ടിലൊരു വിശേഷം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ കൊണ്ടുപോയി അവരൊക്കെ എൻ്റെ പറയാം, ചേച്ചിയെപ്പോലെ അല്ലേ മൂത്ത മരുമോള്, ഞങ്ങളെ കണ്ടപ്പോൾ തൊട്ട് എല്ലാവരോടും അവരുടെ മക്കളൊക്കെ ഭയങ്കര സ്നേഹം. അപ്പോൾ ഞാൻ പൂർണ്ണിമയെടുത്ത് പറഞ്ഞു, മോളെ അവർക്കങ്ങ് പിടിച്ചു. അങ്ങ് നേരത്തെ പരിചയമുള്ളവരൊക്കെ അങ്ങ് സംസാരിക്കും. മറ്റദ്ദേഹം ഇല്ലേ ഒറ്റയ്ക്ക് ഡൽഹിയിലൊക്കെ ജീവിച്ച് വളർന്ന് ഒന്ന് ഈ കാര്യം പറഞ്ഞാൽ ഒരു ദിവസം ഒന്ന് മുഴുവൻ കണ്ടു കഴിയുമ്പോൾ അടുത്ത ദിവസമേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ കറക്റ്റായിട്ട്. അതുവരെ ഒരു ഇച്ചിരി എവിടെയാണ് ഓക്കെ അത് ശരിയാ ഇങ്ങനെയൊക്കെ ഒരു അവിടെ ഇവിടെ രാജുവിൻ്റെ കൂട്ടാ. പിന്നെ സെക്കൻഡ് ഡേയും കൂടെ അവർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഹലോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ എന്ന് ചോദിച്ചു കുറച്ചും കൂടെ ഒന്ന് മെച്ചപ്പെട്ട് വരും. അത് ഈ ഒരു 3-4 ദിവസം പിടിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്ദ്രജിത്തിന്റെ വർത്താനം ഇല്ലായ്മ പൂർണിമ കംപ്ലീറ്റ് ബാലൻസ് ചെയ്തോളൂ. അല്ല, ഇന്ദ്രജിത്ത് വർത്താനം ഇല്ലാത്ത ആളല്ല. രാജുവിന് കോമ്പൻസേറ്റ് ചെയ്യാൻ സുപ്രിയയെ കുറെ കൂടെ ഒന്ന് സ്ക്രൂ ചെയ്യും. രാജു വർത്താനം പറയും, സുപ്രിയ ഇച്ചിരി കുറവ്. അപ്പൊ രണ്ടുപേർക്കും ബാലൻസിങ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ ചേച്ചി, ഫാമിലി ഓക്കെ. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ചേച്ചീനെ കുറച്ചുകൂടെ ഞാൻ റോൾ മോഡലാക്കിയ ഒരു കാര്യം എന്താ വെച്ചാൽ, ചേച്ചി യു ആർ ആൻ ഓൺട്രപ്രനർ. അതായത് ചേച്ചി ദോഹയിൽ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അത് നമ്മുടെ നാട്ടിലെങ്ങുമല്ല, അന്യനാട്ടിൽ. അപ്പം അവിടെ ഒരു റെസ്റ്റോറൻറ്റ് നടത്തി എളുപ്പമൊന്നുമല്ല ഈ ഒരു കാര്യം. റെസ്റ്റോറൻറ്റ് നടത്തുക എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതൊരു ലൈവാണ്, ഒരു തുണിക്കട പോലെ ഒന്നുമല്ല. നമ്മൾ ലൈവായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു ചെറിയ ഒരു എന്താ പറയുക, കുറച്ചൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഞാൻ ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്തത്. ചേച്ചി അത് എങ്ങനെയാ, ഹൗ യു ബിക്കെയിം ദാറ്റ് ഓൺട്രപ്രനർ? അത് തുടങ്ങിയത് മാത്രമല്ല, അത് പിന്നെ 4 ബ്രാഞ്ചസായി, പിന്നെ 2 കോഫി ഷോപ്പായി, 6 അങ്ങ് പടർന്ന് പന്തലിച്ചു. അത് തുടങ്ങിയത് എന്താ വെച്ചാൽ എനിക്ക് അതിനകത്ത് ഒരുപാട് എനിക്ക് ഖത്തർ നിവാസികളായ മലയാളികളോട് ഒരുപാട് കടപ്പാടുണ്ട്. അവിടുത്തെ പല ഡിപ്പാർട്ട്മെൻറ്റിലെയും മലയാളികളായ ഉദ്യോഗസ്ഥരുണ്ട്. കാരണം അതിൻ്റെ ഏറ്റവും ഒരു ചെറിയ ഉദാഹരണം പറയാം. അവിടെ ഇപ്പോൾ നമ്മൾ ഗ്യാസ് ലൈനൊക്കെ റെസ്റ്റോറൻറ്റിൽ എടുക്കണമെങ്കിൽ സ്കെച്ച് വരച്ചു കൊടുത്ത് ഗ്യാസ് പൈപ്പ് എങ്ങനെ പോകുന്നു, അത് ഭയങ്കര അവരുടെ ഇതൊക്കെ തന്നെ. കാരണം ഈ ഫയർ ആൻഡ് സേഫ്റ്റിയൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അവിടെ. ചില അലാംസ് അതൊക്കെ നിർബന്ധമായിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടേ നമുക്ക് ലൈസൻസൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇത് കിട്ടാൻ താമസിക്കും. ജനുവരി 11 ഉദ്ഘാടനം വെച്ചു. എനിക്കറിയില്ലായിരുന്നു ഇത്ര താമസം വരുന്നതൊക്കെ. അപ്പോൾ ഞാൻ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ പേരും പറയാൻ എനിക്കൊരു മടിയില്ല, കുര്യാക്കോസ് സാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, മലയാളിയാണ്. പക്ഷേ എനിക്ക് മലയാളിയൊന്നും അറിയില്ല കേട്ടോ. ഞാനവിടെ ചെന്ന് ഇതിൻ്റെ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കി ഞാൻ സബ്മിറ്റ് ചെയ്ത് എൻ്റെ കോപ്പി അതൊക്കെ ആയിട്ട് കയറി ഇതാരായി. അപ്പോഴേ എൻ്റെ മനസ്സങ്ങ് തണുത്തു. ഞാൻ വിചാരിച്ചു വല്ല അറബികളൊക്കെ ആണെങ്കിൽ ഞാൻ ഏത് ഭാഷയെ പറഞ്ഞാൽ ഇംഗ്ലീഷ് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമോ. എന്നിട്ട് ഞാൻ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞ് കയറിയിട്ട് എവിടെ നിന്ന് തുടങ്ങണം എവിടെ നിന്ന് അവസാനിക്കണമെന്ന് ഒന്നും അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞു ചേച്ചി ഇരുന്നാട്ടെ கொஞ்சம் വലിയ കാര്യമായിട്ട് ഞാൻ പറഞ്ഞു സാർ ഇതെല്ലാം കൊടുത്തിട്ട് ഒരു മാസത്തോളമായി. എന്തോ ഒരു സ്കെച്ചും കൂടെ വേണമെന്ന് അവർ പറഞ്ഞ് ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഡിസംബർ ഏതാണ്ട് 20-22 എനിക്ക് ജനുവരി 11 ഇത്രയുള്ള കാര്യം. അപ്പോൾ അദ്ദേഹമാണ് എൻ്റെ ഒരു ഹെഡ്. ധൈര്യമായിട്ട് പോയാട്ടെ, ആരെവിടെങ്കിലും ഹോട്ടലിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ആ പണിസ്ഥലത്ത് ഉണ്ടാവാൻ പറയണം. ഈ അടുത്ത ആഴ്ച തീർച്ചയായിട്ടും Monday to Thursday ഞങ്ങൾ വരും. വന്നു. എൻ്റെ മോളെ സത്യം പറയാണ്, അന്ന് കിട്ടി കണക്ഷൻ, അന്ന് അടുപ്പെല്ലാം കത്തിച്ചു. എനിക്കുണ്ടായ ഒരു സന്തോഷം. അതും അന്യനാട്ടിൽ നമുക്ക് ഭാഷ. ഈ അനുഭവം ഒരു സ്ഥലത്തുനിന്നല്ല. ഞാൻ വെറുതെ ഒന്ന് ചെക്കപ്പിന് വെറുതെ ശരി നമുക്ക് ഇച്ചിരി ഡയബറ്റീസ് വെക്കണം നോക്കിക്കളാന്ന് പറഞ്ഞ് ഹമദ് ഹോസ്പിറ്റലിൽ ചെന്നാലും മൊത്തം മലയാളികൾ. ഞാൻ താമസിക്കുന്ന ഗറാഫ എന്ന് പറഞ്ഞാൽ അതൊക്കെ പോട്ടെ. എൻ്റെ സ്പോൺസർ എന്ന് പറയുന്നത് ഒരു ഹിസ് എക്സലൻസി ഷെയ്ഖ് ഫൈസൽ ബിൻ ഖാസിം അൽ തയ്യ. അപ്പോൾ ഷെയ്ഖ് ഫൈസൽ എന്നൊക്കെ പറഞ്ഞാൽ അവർ രാജകുടുംബത്തിൻ്റെ ഇതൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ വൈഫ്, 2 പെൺമക്കൾ, ആൺകുട്ടികളാണ്. പിന്നെല്ലാം എന്തൊരു സ്നേഹമാണ്. പൂർണ്ണിമയ്ക്കൊക്കെ അറിയാം. ഇവർ മക്കളൊക്കെ വരുമ്പോൾ ഞങ്ങളെ അവിടെ വിളിച്ച് ഭക്ഷണം തരികയും പെരുന്നാളൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാടുണ്ട്. ഈ ഡേറ്റ്സിൻ്റെ വലിയ ഇതൊക്കെ ഉണ്ട്, ഫാമൊക്കെ ഉണ്ട്. അത് ഭയങ്കര ഹോംലിയാണ്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ചേച്ചിക്ക് എന്താ അവിടെ ഇത്ര സ്ഥാനം. ഇപ്പോൾ ഈ മോള് പറഞ്ഞ പോലെ ഒരുപക്ഷെ നമ്മൾ എവിടെയെങ്കിലും മനുഷ്യന് മനസ്സ് സന്തോഷിപ്പിക്കുന്ന രീതിയിൽ പെരുമാറിയതിൻ്റെ പ്രതിഫലം ദൈവം തരുന്നതായിരിക്കും. ഷേഖ മഹ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര്. അത് ഷേഖ മഹയും മക്കളും ശരിക്കും ഒറിജിനലായി അവർ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് അവിടുത്തെ റൂളറുടെയൊക്കെ ഫാമിലി തന്നെ. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ
വലിയ സ്നേഹമായിട്ട് ഷേഖ മഹയൊക്കെ കൊണ്ട് ഇരുത്തി. അപ്പോൾ ഞാൻ വിചാരിക്കുക ഈശ്വര ഇവർക്കൊക്കെ എന്നോട് നമ്മുടെ കേരളത്തിലൊക്കെ ഒന്ന് ചിരിക്കാൻ എന്തൊരു പാടാ. മക്കളൊക്കെ സുഖമാണല്ലേ എന്നൊക്കെ ഉള്ളൊരു മട്ടിലല്ലേ കാണിക്കുന്നത്. ഈ സത്യം എനിക്ക് ട്രെയിനിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. ഞാൻ ഈ അടുത്ത കാലത്ത് ചാനലിലാണോ അതോ എഴുതിയതാണോ എനിക്ക് ഓർമ്മയില്ല. എൻ്റെ കൂടെ ട്രെയിനിൽ വരികയാണ് ഒരു ഫാമിലി. അപ്പോൾ ആദ്യമേ ഈ മകള് പറഞ്ഞു മല്ലികാസുമാരൻ പറഞ്ഞു, വൈഫിനൊക്കെ മനസ്സിലായി. അപ്പം ഞാനൊന്നും മിണ്ടാത്ത പോലെ ഇരുന്നു. പിന്നെ പുള്ളി അവിടെ നിന്ന് എഴുന്നേറ്റിപ്പുറത്ത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ അയ്യോ കണ്ടു കാണാൻ വഴിയില്ല. എവിടെ വർക്ക് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ. അപ്പം പറയും പുള്ളിയുടെ മുഖം അങ്ങ് മാറി. ഇംഗ്ലീഷിലൊക്കെ സുഖമായിട്ട് വർക്ക് ചെയ്ത് അവിടെയൊക്കെ വർക്ക് ചെയ്ത്. ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റാണ്. പക്ഷേ എനിക്ക് ഭയങ്കര പരിചയം കേട്ടോ, കണ്ട് നല്ല പരിചയമുണ്ട്. ഇത് ആരെങ്കിലും ഈ സിനിമ ഇൻഡസ്ട്രിയിലെ ആരുമില്ല സാറേ. ഇത് പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? ഒന്നുമില്ലെങ്കിൽ ഇയാൾ ഇത് പറയുന്നത് ഞാൻ കാണരുതായിരുന്നല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ വൈഫിന് മനസ്സിലായി ഞാൻ ഇയാൾക്ക് ഇട്ട് കുത്തുവാന്ന്. പുള്ളിക്കാർ ചെയ്തിരുന്നു ചുമ്മാ എന്തോന്ന് ചേച്ചി ഞങ്ങൾ പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വലിയ ചേച്ചിയല്ലേ. ഞാൻ മോളെ അങ്ങനെ തന്നെ അങ്ങ് ചോദിച്ചാൽ മതിയായിരുന്നു, മല്ലികാസുമാരല്ലേ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു മടിയില്ല. അതെ എന്താ സാറിന് ഞാൻ ചോദിച്ചതിന് എവിടെയോ കണ്ടു, എവിടെ വർക്ക് ചെയ്യുന്നു, ഈ തരം നമ്പറൊന്നും എൻ്റെ അടുത്ത് എടുക്കരുത്. ഞാനിതുപോലെ അതെ ഞാൻ പറഞ്ഞു എത്ര കാലം കൊണ്ട് ഞാനൊരു 10 ഓണമെങ്കിലും കൂടുതലുണ്ടതായിരിക്കും അല്ലേ. അപ്പോൾ അതനുസരിച്ച് സംസാരിക്കുക. കൊച്ചു പിള്ളേരോട് കാണിക്കുന്ന അഭ്യാസമൊന്നും ഞങ്ങളോട് കാണിക്കും. അങ്ങേരെ ഇറങ്ങാൻ നേരത്തെ വേണം സോറി കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അയ്യോ സോറി ഒന്നും പറയണ്ട, ചുമ്മാ നമ്പർ ഇട്ടാന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ അതനുസരിച്ച് ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ. അതേസമയം നമ്മൾ അവിടെ ചെല്ലണം. ഞാനൊരു ഹോട്ടൽ തുടങ്ങിയപ്പോൾ സകല മലയാളികളും അവരുടെ കുഞ്ഞുങ്ങളുടെ ഞങ്ങൾക്ക് പാർട്ടി ഹാളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു, വെഡ്ഡിങ് ആനിവേഴ്സറിയോ. നമ്മുടെ വലിയ ചേച്ചിയുടെ എന്തൊരു സന്തോഷം അവർക്ക്. അങ്ങനെയൊന്നും നമ്മുടെ നാട്ടിൽ ഒരു പരസ്പര സ്നേഹവും ബന്ധങ്ങളും ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഉണ്ടെങ്കിൽ അങ്ങനെ എല്ലാവരും കൂടെ അവിടെ പോകണ്ടാവോ, പിന്നെ വേറെ എത്ര ഹാള് കിടക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു സമ്പ്രദായം ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ശരി ഇത്രയൊക്കെ പ്രായമായി സിനിമയൊക്കെ വിട്ട് അവരവിടെ വന്ന് കിടക്കുന്നു. അവർക്കൊക്കെ ആ ഒരു രീതിയാണ് സ്നേഹം. പിള്ളേർ നല്ല സപ്പോർട്ടായിരുന്നു ചേച്ചി സ്റ്റാർട്ട് ചെയ്യാൻ. തീർച്ചയായിട്ടും അതെ. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ബോറടിക്കുന്നു മനേത് ഈ പറഞ്ഞതുപോലെ. അപ്പോൾ എനിക്ക് പിന്നെ ഈ സിനിമ കഴിഞ്ഞാൽ പിന്നെ ഈ പാചകത്തിൻ്റെയൊക്കെ ഈ പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമായി. ഇപ്പോൾ മുളക്ക ഉണ്ടാക്കുന്നതൊക്കെ ഞാനിങ്ങനെ നോക്കി വെച്ചിട്ട് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണമല്ലോ എന്നൊക്കെ വിചാരിക്കും. ചേച്ചി ശരിക്കും ചേച്ചിക്ക് പാചകത്തോട് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണോ ചേച്ചി റെസ്റ്റോറൻറ്റ് ഫീൽഡ് തന്നെ? അല്ല തീർച്ചയായിട്ടും പാചകത്തോട് ഇഷ്ടമാണ്. ഇപ്പോഴും അതെ. എൻ്റെ മക്കൾ രണ്ടുപേരും വീട്ടിൽ വരുന്ന ദിവസം ഞാൻ അടുക്കളയിലുള്ളവരോട് കൊടുക്കത്തില്ല. അയ്യോ അപ്പോൾ പറയും അല്ല സുകുമാരസാറിൻ്റെ മോനുണ്ടല്ലോ ഒരാൾ പൃഥ്വിരാജ്, ഇതാരാമേ സത്യം പറ ഉണ്ടാക്കിയത് അമ്മയല്ലേ എന്ന്. അയ്യോ കഴിച്ചു നോക്കിയിട്ട് പറയും. അപ്പൊ ഭയങ്കര പാചക ശിരോമണി പാചക വിദഗ്ധ ആ ചേച്ചിയുടെ മുമ്പിലാണ് ഞാൻ ഇന്ന് ഇത് കൊടുക്കാൻ പോകുന്നത്. അയ്യോ ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടം. ഈശ്വരാ ചേച്ചി ഇന്ന് നമ്മുടെ പ്രേക്ഷകര് അറിയാം, ഇന്ന് ചേച്ചി വിലയിരുത്തും. ശരിക്കും ചേച്ചി ഈ നല്ല മീൻകറി. അയ്യോ ഇനി അഭിപ്രായം ചോദിക്കട്ടെ, പറയും. സത്യം നല്ല മീൻകറി, നല്ല നാടൻ കറി. ഇതാണ് കപ്പയുടെ കൂടെ കഴിക്കേണ്ടത്. ഇതിന്റെ കൂടെ ചൂട് ചായ കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ അല്ലേ? അതാണ് കട്ടൻ ചായ ആയാലും മതി. കറക്റ്റ് ആണ്. പക്ഷെ ഇപ്പൊ ചോദിക്കരുതേ, വേണ്ട. ചേച്ചിയോടാകുമ്പോ എനിക്ക് എന്നാ വേണേലും ഫ്രീ ആയിട്ട് പറയാലോ. ഞാൻ ശരിക്കും സീമാമ്മയൊക്കെ കാണുമ്പോഴത്തേക്ക് അവരൊക്കെ പറഞ്ഞു മല്ലിക ചേച്ചി അഭിനയിക്കുന്ന സമയത്ത് പഞ്ചപാവായിരുന്നു. മല്ലിക ചേച്ചി അധികം വർത്താനൊന്നും അധികാരോടും പറയത്തില്ല എന്നൊക്കെ. ഇത് ശരിക്കും അതിൻ്റെ ഇടയിൽ സുവർണ്ണ എപ്പോഴാണ് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞു? സത്യം ഇത് എന്നോട് ഭാരതിയാണ് ആദ്യം ചോദിക്കുന്നത്. இந்த ஆளு பிரேமமா காதலிக்கிறாங்களா உன்னையா காதலிக்கிறது எப்படின்னு இவனுக்கு தெரியுமா அம்மா എന്ന് ചോദിച്ച ആൾ ഭാരതിയാണ് ആദ്യം. ഞാൻ എന്തോന്ന് ഭാരതി ഇങ്ങനെയൊക്കെ പറഞ്ഞു, നിങ്ങളെയൊക്കെ കൂടെ കാതലിച്ച് അല്ല തീർച്ചയായിട്ടും നിങ്ങളെയൊക്കെ കാതലിച്ച് അഭിനയിച്ച് ഒറിജിനലി കാതലിക്കാൻ അങ്ങർക്ക് അറിയാം എന്നവരെ ഞാൻ പറഞ്ഞ് അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ സുഖേട്ടൻ അങ്ങനെ ഈ പച്ചയ്ക്ക് അല്ല, ഒരു കണക്കിന് ഇപ്പോഴത്തെ കാലത്ത് സുഖേട്ടനൊക്കെ മുമ്പേ പോയതായിരിക്കും. ഇപ്പോൾ എല്ലാം പബ്ലിക്കാണല്ലോ, എല്ലാവരും ഒന്നിച്ച് ഭാര്യയും ഭർത്താവ്. ഇത് സുഖേട്ടനൊക്കെ നമ്മളെ കയറി കൈ പിടിച്ചോണ്ട് നടന്നു നോക്കിയേ. എൻ്റെ സംശയമുണ്ടോ ഞാൻ നിൻ്റെ ഭർത്താവാണെന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന വ്യക്തിയെ ഒന്ന് അത് ആ പഴയ മൂപ്പിലാന്മാരുടെ ഒരു രീതിയാണ് അദ്ദേഹത്തിന്. എല്ലാം ഞാനൊരു ദിവസം എനിക്ക് നല്ല അല്ല അതാ ഞാനൊരിക്കൽ ഒരു ദിവസം എവിടെ പോകാൻ നേരത്തെ എൻ്റെ ജോലിക്കാർ പറഞ്ഞു, അയ്യോ ചേച്ചി ആ സാരിയുടെ ഫോള് വെച്ചെടുത്ത് പുറത്ത് സാരി ഇങ്ങനെ തേച്ചപ്പോൾ പുള്ളിയതാണ് ഒരു ചെറിയ ഓട്ടമുണ്ടല്ലോ. ഞാൻ അയ്യോ സുഖമായിട്ട് 5 മിനിറ്റ് എനിക്ക് സാരി എന്ന് പറയാം. എന്താ കാര്യം? ഞാൻ
ഓ പിന്നെ മല്ലികാ സുകുമാരന് വേറെ സാരി ഇല്ലാത്തതുകൊണ്ട് അവരാണ്ട് അവിടെ ശകലം പുള്ളിയിരിക്കുന്ന സാരി എന്ന് ആരും പറയത്തില്ല. നീ വണ്ടിയിലോട്ട് കയറ്. എന്താ പറയാമെന്നറിയോ? അയ്യോ അവരറിഞ്ഞില്ലയോ എന്തോ ആ സാരിയുടെ അവിടെ നിന്ന് ശകലം ഒരു ചെറിയ ഓട്ട വന്നത് എന്നേ ചോദിക്കുള്ളൂ. ആ വേഷം മാറാൻ പോലും സമ്മതിക്കുകയില്ല. എന്ത് ക്യാരക്ടറല്ലേ സുഖേട്ടന്? ശരിക്കും ചേച്ചി നേരത്തെ പറഞ്ഞൊരു പച്ചയായ മനുഷ്യൻ. നീ അങ്ങനെ ചിന്തിക്ക്. ഇവർക്ക് വേറെ സാരി ഇല്ലാത്തതുകൊണ്ടാണ്ട് അവിടെ ശകലം പുള്ളിയെ സാരി കൊടുത്തെന്ന് ആരും പറയത്തില്ല. അവരത് അറിഞ്ഞു കാണത്തില്ല കേട്ടോ എന്നേ പറയുള്ളൂ. എൻ്റെ മല്ലിക ഇരുട്ടത് ഇതൊന്നും ആരും നോക്കാൻ പോകുന്നില്ല, വണ്ടിക്കകത്തോട്ട് കയറി എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം അങ്ങനെ ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ രീതികളെല്ലാം. അപ്പോൾ കാലം മാറിയതനുസരിച്ച് അതിനനുസരിച്ച് നമ്മുടെ സ്വഭാവവും ജീവിതശൈലിയും അതിനോട് എനിക്ക് യോജിപ്പേയില്ല. ഞാനായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് കിട്ടേണ്ട സ്നേഹവും ബഹുമാനവും സത്യം പറയാം എനിക്ക് എല്ലാവരോടും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഏത് കക്ഷി ഭരിച്ചാലും ശരി ഞാനവിടെ ചെന്ന് കയറുമ്പോൾ ചേച്ചി വന്നാട്ടെ ഇരുന്നാട്ടെ എന്നല്ലാതെ ഒരാളും ഒരു ബഹുമാനക്കുറവോ സ്നേഹക്കുറവോ പുച്ഛിച്ചോ ഒന്നും എന്നോട് പെരുമാറിയിട്ടില്ല. അപ്പോൾ അതെനിക്ക് എല്ലാവരോടും നന്ദിയുണ്ട്. അത് ഉത്തരം എപ്പോഴാണ് അതാ. അപ്പം അങ്ങനെ വന്നപ്പോൾ സുഖേട്ടൻ്റെ രീതി വെച്ചാൽ വളരെ അങ്ങനെ പച്ചയ്ക്ക് ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ എന്നൊന്നും പറയാൻ അദ്ദേഹത്തിന് കിട്ടത്തില്ല, ജന്മത്ത് കിട്ടുമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ ഇരുന്ന് ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു ചെറിയ പ്രയാസങ്ങളൊക്കെ വിഷമമൊക്കെ ഞങ്ങൾ നിഴലേ നീ സാക്ഷി ബേബി സാർ സംവിധാനം ചെയ്ത പടം ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് വീട്ടിൽ പോയിക്കൂടെ, അച്ഛനെ അമ്മയൊക്കെ ഒന്ന് പോയി അനുഗ്രഹമൊക്കെ വാങ്ങിക്കാതെ മനസ്സിനൊരു സുഖം കിട്ടും എന്നൊക്കെ പറഞ്ഞ് എന്നെ ആദ്യം ഉപദേശിക്കുന്നത്. അപ്പം തന്നെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അദ്ദേഹം ഉപദേശിച്ചു എന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മറ്റാരും പറയാത്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാണല്ലോ, എൻ്റെ അച്ഛനെയൊക്കെ ഒന്ന് പോയി കാണണമല്ലോ. പിന്നീട് അങ്ങോട്ട് അദ്ദേഹമാണ് വളരെ സജീവമായിട്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് എത്തിച്ച് എന്നെ വീട്ടിലാക്കി അച്ഛനോടും അമ്മയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം ആക്കിയിട്ട് പോയിട്ട് ഒരു 2 മാസം 3 മാസം കഴിഞ്ഞപ്പോൾ നെല്ലിയാമ്പതിയിൽ കണ്ണുകൾ ഷൂട്ടിംഗ് സ്ഥലത്തുനിന്ന് വന്ന് സാധാരണ ഒരാൾ വരുന്ന പോലെ വന്ന് കല്യാണം ആലോചിക്കുന്നു. നല്ല രസമായിരുന്നു. അതൊക്കെ ചെയ്യാം. ആലോചിച്ചപ്പോൾ പറഞ്ഞ ഒറ്റ വാചകം, കല്യാണത്തിൻ്റെ അന്ന് എൻ്റെ ആങ്ങളമാർ വരും, അച്ഛനും വരും, പെങ്ങളും വരും, അമ്മയെ 2 ദിവസം കഴിഞ്ഞ് കൊണ്ടുവരുള്ളൂ. അപ്പോൾ എൻ്റെ അച്ഛൻ ചോദിച്ചു എന്താ കാര്യം? അമ്മ ചിലപ്പോൾ കോംപ്രമൈസ് ആവാൻ 2-3 ദിവസം എടുത്തുണ്ടെങ്കിൽ, കാരണം വേറെ ഒരുപാട് കല്യാണം ആലോചിച്ചു, അപ്പോൾ ഞാൻ സമ്മതിച്ചില്ല അതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെ തുറന്ന എൻ്റെ അച്ഛനും അമ്മയും മരിക്കുന്നതാണ് വരെ പറയുന്നത് സൂനെ പോലെ തുറന്ന് സംസാരിക്കുന്ന ഒരാളെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെയായിരുന്നു സുഖേട്ടനും. ഉള്ള കാര്യമുള്ളൂ. അപ്പോൾ അതൊക്കെ ഫോണിൽ കൂടെ ഉള്ളൂ. അതും എങ്ങനെയാ ഈ സ്നേഹമല്ല ഉള്ള സ്നേഹം. ഇപ്പം നമ്മളെവിടെയെങ്കിലും ഒന്നിച്ചൊന്ന് പോയി എന്നാൽ ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ സ്റ്റൈല് പോലെ എന്തൊക്കെ ഒന്നുമില്ല സുഖേട്ടാ, പിന്നെ എനിക്കല്ല അവിടെ നമുക്കില്ലേ സിനിമയൊന്നും കാണാൻ സിനിമ കാണാൻ പറഞ്ഞാൽ അയ്യോ ഈ സിനിമ കാണണ്ടെന്ന് തോന്നിപ്പോവും ആ പറച്ചിൽ. അല്ല ഗൗരവം അങ്ങനെയാണ്. സിനിമ കാണാൻ സമയമുണ്ടല്ലോ, ഇന്നലെ കണ്ട് വന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതുപോലും ശരിയടി നമുക്ക് പോയി കാണാൻ സിനിമ. പക്ഷേ ആ രീതിയോട് എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. കാരണം ഈ ഒരുപാട് അങ്ങ് കൊഞ്ചരുത് ആണുങ്ങൾ. എൻ്റെ ഒരു അഭിപ്രായം പറയുക, ആണുങ്ങളായിട്ട് നിൽക്കുന്നതിനോടാണ് എനിക്കൊരു ബഹുമാനം. യോ മോളെ ഞാൻ നിന്നെ കൊണ്ടുപോയി ചക്കര അതൊക്കെ പറഞ്ഞ കള്ളത്തരം കേട്ടോ, സത്യമായിട്ടുള്ളത്. അതൊക്കെ വെറുതെ അങ്ങനെയൊക്കെ വല്ലവരും പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് പകുതി അഭിനയമായിരിക്കും. ഞാൻ എപ്പോഴും പറയും ചേച്ചിയുടെ ഈ ഒരു രീതി, ഓരോരുത്തരോടും സംസാരിക്കുന്നത്, പെരുമാറുന്ന രീതി, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചേച്ചിയിൽ നിന്നും പഠിക്കാനുണ്ട്. അത് ഒരിക്കലും ഇപ്പം വലിയ ചേച്ചിയിൽ പഠിക്കാത്തതിൻ്റെ കുഴപ്പമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് നിങ്ങളിത് എന്താ പറയുക നമ്മളിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ചേച്ചിയുടെ ഓരോ ക്യാരക്ടർ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നു ഒരു തുള്ളിക്ക് പോലും നഷ്ടമില്ല. എൻ്റെ കാര്യത്തിൽ ഞാൻ പറയാം. അത് അനിയെ പറ്റി പറയാനുണ്ട്. ആ ഒരു വർത്താനം എന്നതാ ചേച്ചി ഇതൊക്കെ പറഞ്ഞോട്ടൊരു വരവ്. ചേച്ചി ഞാൻ ഒരു ചെറിയ രീതിയിലും ചേച്ചി പറയുന്ന പോലെ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ചെറിയ രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ മലയാളി പ്രേക്ഷകരോടും പറയും. നമ്മൾ അമ്മമാരുടെ ചുമതലയാണ് അത്. അടുത്ത ജനറേഷനിലേക്ക് നമ്മുടെ കൾച്ചറും ട്രഡീഷനും റിലേഷൻസ് വാല്യൂയും ഇതെല്ലാം നമ്മൾ പകർന്നു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഞാൻ ഈ സ്കൂളിൽ കഴിഞ്ഞ ആഴ്ച പോയപ്പോഴും ഞാൻ പറഞ്ഞതാ, എനിക്ക് അച്ഛനമ്മമാരോടൊരു വലിയ അപേക്ഷയുണ്ട്. എല്ലാ അധ്യാപകരും പഠിപ്പിച്ചോളൂന്ന് പോലെ ഇരിക്കരുത്. നിങ്ങളുടെ സംസ്കാരം, നിങ്ങളുടെ വീട്ടിലെ രീതികൾ, നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരണമെന്ന് ആഗ്രഹിക്കുന്നു, ഇത് കുഞ്ഞുങ്ങളെ ഡെയിലി പറഞ്ഞുകൊണ്ടിരിക്കുക. മോനെ ഇങ്ങനെയൊക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ മോളെ ഇങ്ങനെയൊക്കെ ആയിരിക്കണം, നീ നാളെ വേറൊരു വീട്ടിൽ പോകേണ്ട കുട്ടിയാണ്. അവിടെ എൻ്റെ അമ്മയുണ്ടല്ലോ, പറഞ്ഞാൽ വിശ്വസിക്കില്ല, സുഖേട്ടൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് ഞാൻ എടപ്പാളിൽ പോവുക. അപ്പോൾ അവിടെ ഈ മൊളോഷ്യം എന്ന് പറഞ്ഞൊരു കറി ഉണ്ടല്ലോ, തേങ്ങ അരയ്ക്കാതെ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ ഇത് ഞാൻ കേട്ടിട്ടില്ല, സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എൻ്റെ മൂത്ത ചേച്ചിയുടെ ഭർത്താവ് വടക്കാഞ്ചേരി, തൃശ്ശൂർ വടക്കാഞ്ചേരി. എൻ്റെ അമ്മ മൂത്ത ചേച്ചിയുടെ നാത്തൂനെ വിളിച്ച്, അല്ല പത്മിനി ഈ മൊളോഷ്യം എന്ന് പറയുന്നത് വെറുതെ നമ്മൾ ഈ പെരുമ്പാറ് കായും കൂടില്ല അല്ലേ, എന്നിട്ട് വെച്ചിട്ട് പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് പച്ചവെളിച്ചിട്ട് എന്നിട്ട് എനിക്ക് പഠിപ്പിക്കുക. എന്താണെന്നറിയാം, ഒരു കാര്യം ഞാൻ മോളോട് പറയാം, സൂവിൻ്റെ അച്ഛനും ഒക്കെ വലിയ ഇഷ്ടമാണത്. അവിടെ ചെന്ന് അണിഞ്ഞൂടാ എന്ന് പറഞ്ഞിരിക്കല്ലേ എന്ന്.
എൻ്റെ അമ്മ പറഞ്ഞ വാചകം ഇന്നും ഞാൻ ഓർക്കുന്നു. പാവം മരിച്ചു മോള് നിൽക്കുന്നു. മോളെ അതല്ല, അവിടെ ചെല്ലുമ്പോൾ അറിയാമേ ഞാനത് വെച്ച് നോക്കാം, എന്തെങ്കിലും ഇച്ചിരി കുഴപ്പമുണ്ടെങ്കിൽ അമ്മ എനിക്കൊന്ന് കറക്റ്റ് ചെയ്ത് തരണേ എന്നേ പറയാവൂ. അങ്ങനെ ചെന്ന് കയറുമ്പോഴാണ് നീയും നന്നാവും, നിൻ്റെ കുടുംബവും നന്നാവും, ആ കുടുംബവും എപ്പോഴും പറയുന്നൊരു വാചകം. അപ്പോൾ അതിനകത്തൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. വളരെ ചേച്ചി സത്യം. ഈ പറഞ്ഞത് തന്നെ ഇപ്പോഴത്തെ എന്നെപ്പോലെ ജനറേഷനിലുള്ള കുട്ടികളും ഇനി കുടുംബിനികളാവാൻ പോകുന്ന കുട്ടികൾക്കും ചേച്ചി കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു സത്യമാണ്. ഇപ്പോഴത്തെ പല അമ്മമാരും പെൺമക്കളെ ഒന്നും അങ്ങനെ ഒന്നും ഉപദേശിക്കുന്നില്ല. ഉപദേശിച്ച പെൺമക്കളെ കേൾക്കത്തില്ല. താങ്ക് യു വെരി മച്ച്.